ഇപ്പോൾ എവിടെ നോക്കിയാലും എമ്പുരാനെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ്. സോഷ്യൽ മീഡിയ ആണെങ്കിൽ തുറക്കാനേ പറ്റുന്നില്ല. എമ്പുരാൻ്റെ ട്രെയിലറിനെ കുറിച്ചുള്ള ചർച്ചകൾ, ഈ സിനിമയുടെ ഇൻ്റർവ്യൂകൾ നടക്കുന്നു. അങ്ങനെ ആകെ മൊത്തം എമ്പുരാൻ ഒരു ബഹളം തന്നെയാണ്. ഇന്ന് എന്നോടൊപ്പം ഒരു അതിഥി ചേരുന്നുണ്ട്. മറ്റാരുമല്ല, എമ്പുരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി അങ്ങ് ലക്ഷദ്വീപിൽ നിന്ന് കപ്പലും ഫ്ലൈറ്റും ഒക്കെ പിടിച്ച് ഇങ്ങ് കൊച്ചിയിലെത്തിയ ഒരു ലക്ഷദ്വീപ് വ്ളോഗർ. നമുക്ക് ലക്ഷദ്വീപ് വ്ളോഗർ എന്നെ ഒപ്പം ഉണ്ട്. അതിനോട് തന്നെ വിശേഷങ്ങളെല്ലാം ചോദിക്കാം. എന്താണ് ഈ ലക്ഷദ്വീപിൽ നിന്ന് ഇത്രയും പൈസ മുടക്കി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി? അത്ര കട്ട മോഹൻലാൽ ഫാനാണോ? അങ്ങനെ കട്ട മോഹൻലാൽ ഫാനായിട്ടല്ല, മോഹൻലാലിനെ ഇഷ്ടമാണ്. എന്നാലും സിനിമ ഇഷ്ടമാണ് ഭയങ്കര. സിനിമ നമുക്ക് എപ്പോഴും ഒരു ക്രേസാണ്, സിനിമ ക്രേസാണ്. അപ്പോൾ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇങ്ങനൊരു. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഭയങ്കര ഹൈപ്പുള്ള സിനിമകൾക്കൊക്കെ എപ്പോഴും ഒരു ത്രില്ല് തോന്നാറുണ്ട്. നമ്മളവിടെ തിയേറ്ററിലല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കാരണം നമുക്കൊരു ഹൈപ്പുള്ള സിനിമകൾക്ക് ഇങ്ങനെ വരാറുണ്ട്. ലൂസിഫർ എനിക്ക് തോന്നുന്നു OTT-ലാണ് കണ്ടത്. ലൂസിഫർ OTT-ലാണ്. ഇല്ല കാണാൻ പറ്റില്ല. അത്രയേറെ ആകാംക്ഷയോടെയാണ് ഈ സിനിമ കാണാൻ. ഭയങ്കര എക്സൈറ്റ്മെന്റോടെയാണ് കാണാൻ. പിന്നെ പെരുന്നാളും ആണല്ലോ, പെരുന്നാൾ പർച്ചേസ് നടക്കും, നമുക്ക് സിനിമയും നടക്കും എന്നുള്ള രീതിയിൽ അത്രയും എക്സൈറ്റ്മെന്റ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മുടെ ലക്ഷദ്വീപിൽ പോലും ഇപ്പൊ എവിടെ നോക്കിയാലും ഈ എമ്പുരാൻ എന്നുള്ള ചർച്ച സിനിമാ പ്രേമികൾക്കിടയിൽ ഇതേ ചർച്ചയുള്ളൂ. എത്ര രൂപയായി ഈ അവിടുന്ന് കപ്പൽ കയറി, പിന്നീട് ഫ്ലൈറ്റ് കയറി, പിന്നെ കൊച്ചിയിലെത്തി, മെട്രോ പിടിച്ച് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് മൊത്തം എത്ര രൂപയായി? അത് കുറച്ച് ചെലവായിട്ട് എന്തായാലും അത്യാവശ്യം ചെലവുണ്ട് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ എന്തായാലും ഒരു 10,000 രൂപ ചെലവാക്കിയാണ് ഈ സിനിമ കാണാൻ എത്തിയിരിക്കുന്നത്. എന്തായാലും അത്ര ഉണ്ടാവും, ചെലവുണ്ടാവും, അത്ര ചെലവുണ്ടാവും. അപ്പോ ഫസ്റ്റ് ഡേ ആണ് ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത്. മറ്റേ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ, അതോ അവിടെ അധികം ഒറ്റയ്ക്ക് വരാറ്? ഇപ്പൊ ഫ്രണ്ടും ഉണ്ട് കൂടെ. ഈ ലൂസിഫർ കണ്ടു, എമ്പുരാൻ നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല എന്താണ്, ആരാണ് എബ്രാം ഖുറൈഷി, അങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. വില്ലന്മാരുണ്ട്, അതിന്റെ ഇന്റർവ്യൂസ് ഒക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ യൂട്യൂബ് സോഷ്യൽ മീഡിയ തുറക്കാനേ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ പറഞ്ഞ പോലെ ഫുള്ള് എമ്പുരാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആക്ച്വലി ഇപ്പോൾ ആ വില്ലൻ ഉണ്ടല്ലോ, അതിപ്പോ ആരെന്നും നമുക്ക് അറിയില്ലല്ലോ, ഇങ്ങനെ റിവീൽ ചെയ്യാണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞാൽ അതിപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ആരാന്നുള്ള എല്ലാവർക്കും അറിയും. പക്ഷെ ആ ഒരു എക്സൈറ്റ്മെന്റോടെ കാണണമെങ്കിൽ FDFS തന്നെ കാണണം, ആ ഒരു ത്രില്ലോടെ കാണണമെങ്കിൽ. ആ വില്ലൻ ഒരുപാട് ഗസ് വരുന്നുണ്ട്. ഇപ്പൊ ടൊവിനോ തന്നെയാണ് ആ വില്ലൻ എന്ന് പറയുന്നുണ്ട്, അല്ല ബേസിലാണ്, ഫഹദാണ്, അങ്ങനെ കുറെ മമ്മൂട്ടി ഉണ്ടെന്നൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള എന്താണ് തോന്നുന്നത് ഈ സിനിമയിൽ? എനിക്ക് അങ്ങനെ തോന്നുമ്പോൾ ഇപ്പൊ അമീർ ഖാനാന്ന് തോന്നുന്നുണ്ട്, പിന്നെ റിക്യൂൺ, അമീർ ഖാൻ, ഇതിൽ ഏതെങ്കിലും ഒരാളാവാനാണ് ചാൻസ്. എന്തായാലും ഫഹദോ ടോവിനോ ഒന്നും അല്ല. കാരണം പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഇന്റർവ്യൂവിൽ, ഫഹദ് അല്ല എന്നുള്ള എന്തായാലും പറഞ്ഞിട്ടുണ്ട്. കാരണം ഫഹദാണെങ്കിൽ പുള്ളി പറഞ്ഞിരിക്കുന്നത് നേരെ നിർത്തിയാൽ പോരെ, എന്തിനാ തിരിച്ചു നിർത്തുന്നതാണ് പൃഥ്വിരാജ് ചോദിച്ചത്. അപ്പൊ എന്തായാലും ഫഹദല്ല. അങ്ങനെ എന്തായാലും ഒത്തിരി എക്സൈറ്റ്മെന്റിലാണ് സിനിമ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഭയങ്കര എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ത്രില്ലാണ്. ത്രില്ലോടെ തന്നെയാണ് ഈ സിനിമ കാണാൻ വേണ്ടി വന്നത്. ഇതിനു മുൻപ് അപ്പോ ഇവിടെ വന്ന് കണ്ട സിനിമ ഏതായിരുന്നു? അത് പറയണോ? അത് പറഞ്ഞോ. അത് ഓഡിയൻസ്. എന്തായാലും ഓഡിയനാണ് ഇതിനു മുമ്പ് ഇവിടെ വന്ന് കണ്ട സിനിമ. പക്ഷേ ഓഡിയൻ പോലെ ആയിരിക്കില്ല എമ്പുരാൻ. പൃഥ്വിരാജിൽ വിശ്വാസമാണ് നമുക്ക്, പൃഥ്വിരാജിൽ വിശ്വാസമുണ്ട്. പിന്നെ മോഹൻലാലിന്റെ ഒരു തിരിച്ചു വരവാകും എന്തായാലും. നമുക്ക് ആ ട്രെയിലറിൽ തന്നെ മോഹൻലാലിനെ കാണിക്കുന്ന സീൻ, ആ ഒരു ഓറ, ആ ഒരു സീൻ, ആ BGM എല്ലാം കൊണ്ടും പൊളി മൂഡാണ്. നമ്മൾ പറഞ്ഞാൽ അത്രയും ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങോട്ട് കയറി. ലൂസിഫറിലും നമുക്കത് കാണാം. മോഹൻലാൽ ഒരു ആരാധകരെന്നുള്ള രീതി, അല്ലെങ്കിൽ മോഹൻലാലിനെ നമ്മൾ എങ്ങനെയാണോ കാണാൻ കാത്തിരുന്നത്, കാണാൻ ആഗ്രഹിച്ചത്, അതിനെയൊക്കെ പൃഥ്വിരാജിനെ എന്തായാലും ലൂസിഫറിൽ കൊണ്ടുവരാൻ ഉറപ്പായിട്ടും ലൂസിഫറിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ഇതിലാണെങ്കിൽ കുറച്ചുകൂടി സ്റ്റൈലിഷ് സാധനം കൂടി നമുക്ക് കാണാൻ പറ്റും എമ്പുരാനിൽ, എബ്രഹാം ഖുറൈഷിയുടെ. പിന്നെ അതുപോലെ തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ മറ്റേ സീനൊക്കെ ഉണ്ടല്ലോ, മുണ്ട് മടക്കിയുള്ള ആ സീനൊക്കെ, അതിനൊക്കെ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ട്രെയിലറിലെ ആ സീൻ തന്നെ നമ്മൾ അറിയാണ്ട് ആ സീൻ കാണുമ്പോൾ തന്നെ വാടാന്ന് നമ്മൾ പറഞ്ഞു പോകും. ആ ഒരു എന്താ പറയാ, മൊത്തത്തിൽ സിനിമ കണ്ട് അപ്പൊ തന്നെ തിരിച്ചു പോവുകയും പിറ്റേന്ന് 1-2 ചെറിയ പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞ് തിരിച്ചു പോകും. അങ്ങനെ എന്തായാലും ലക്ഷദ്വീപിൽ നിന്ന് നല്ല കാശ് മുടക്കി എമ്പുരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ എത്തിയിരിക്കുന്ന ഒരു വ്ളോഗറാണ് നമ്മളോടൊപ്പം ചേർന്നത്. ഇത് ഒരാളുടെ മാത്രമല്ല, മലയാളികൾ എത്ര ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ തിയേറ്ററിലെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സിനിമ കണ്ടതിന് ശേഷം എന്താണ് ഇവരുടെ ഒരു അഭിപ്രായം, ഇവരുടെയൊക്കെ പ്രതീക്ഷ നിലനിർത്തിയോ എന്നുള്ളത് നമുക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം നമ്മൾ അന്വേഷിക്കും. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി.